കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവതിയെയും ആൺസുഹൃത്തിനെയും വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. ഉരുവച്ചാൽ സ്വദേശി പ്രവീണ, കുട്ടാവ് സ്വദേശി ജിജേഷ് എന്നിവരെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. പ്രവീണയുടെ നില അതീവ ഗുരുതരമാണ്. ജിജേഷ് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, എന്താണ് സംഭവിച്ചത്? പരിക്കേറ്റവരുടെ അവസ്ഥ എന്നാണ്? ദിവ്യ, കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഉരുവച്ചാലിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഉരുവച്ചാലിലെ പ്രവീണയുടെ വീട്ടിലാണ് പ്രവീണയും ആൺസുഹൃത്തായിട്ടുള്ള ജിജേഷിനെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുന്നത്. ജിജേഷ് ഇതിനടുത്ത് തന്നെയുള്ള കുട്ടാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജിജേഷ് വീട്. ഇരുവരെയും അവിടെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് തീയും മറ്റും ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും ഇരുവർക്കും കാര്യമായി തന്നെ പൊള്ളലേറ്റിരുന്നു. പിന്നാലെ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. രണ്ടുപേരെയും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതീവ ഗുരുതരമാണെന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരീരത്തിന്റെ 70% പ്രവീണയ്ക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രവീണയുടെ ഭർത്താവ് കഴിഞ്ഞ കുറേ കാലമായി ഗൾഫിലാണ്. പ്രവീണ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നാണ് വിവരം. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും പ്രവീണയുടെ ഭർത്താവ് ഗൾഫിലാണ്. പ്രവീണയുമായി ജിജേഷിന് ഏറെക്കാലമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇരുവരും സ്കൂളിൽ മുതൽ ഒരുമിച്ച് പഠിച്ച ആളുകളാണ് എന്ന വിവരം കൂടി നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ അടുത്ത സൗഹൃദം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പോലീസ് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ജിജേഷ് പ്രവീണയെ തീ കൊളുത്തിയ ശേഷം ജിജേഷും സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ പക്ഷേ ലഭ്യമായിട്ടില്ല. അതിൽ പ്രവീണയുടെ മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭ്യമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇരുവരും ആ വീട്ടിലുണ്ടായിരുന്നു ഏറെ സമയമായി. അതിനുശേഷം ഈ പ്രവീണയുടെ ദേഹത്തേക്ക് മണ്ണെണ്ണ പോലെയുള്ള എന്തോ വസ്തു ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തുകയായിരുന്നു. അതിനുശേഷം ജിജേഷും സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഒരു പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ കുറെ കൂടി വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്.